സഭാ തർക്കം പരിഹരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയുടെ ചിരകാല സ്വപ്നത്തെ മുഖ്യമന്ത്രി ചിറകിലേറ്റുന്നു എന്നത് പ്രത്യാശ നിർഭരമാണ്. വ്യവഹാരരഹിത സഭ എന്ന മുദ്രാവാക്യമാണ് എക്കാലവും മലങ്കര സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധികളെയും സഭാ ഭരണഘടനയെയും അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒരു വിഭാഗം മാറി നിന്നതാണ് സമാധാനത്തിന് ഇടങ്കോലിട്ടതെന്നും മലങ്കര സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. തർക്കം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ സർക്കാരുമായി യോജിച്ചു പോകാൻ തയ്യാറാണെന്നും മലങ്കര സഭ വ്യക്തമാക്കി. അഖിൽ കെ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയുണ്ട് സഭയ്ക്കല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് എന്തായാലും സഭയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരുമായി യോജിച്ചു പോകാൻ തയ്യാറാണ് എന്ന കാര്യമാണ് ആര്യ എന്തായാലും ഇത്തരത്തിൽ സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. ഈ മലങ്കര സഭയുടെ ഏറെ നാളായ ആവശ്യമാണ് ഈ തർക്കങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴുള്ള ഈ ഒരു പ്രസ്താവന എന്നുള്ളത് അത് ആശ്വാസകരമാണ്. അതിലൊരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് എന്തായാലും സഭാ നേതൃത്വം പറയുന്നത്. അപ്പോഴും ഈ മറുചേരിയിൽ ുള്ളവർ ഇതിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ അവർ അയഞ്ഞു പോകാത്തതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത് എന്നൊരു വിമർശനം കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സഭാ തർക്കങ്ങളിൽ സഭാ വിഷയങ്ങളിൽ ഒരു തീരുമാനം ആകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏറെ നാളായി ആ തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്, വർഷങ്ങളായി തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതിലൊരു അന്തിമ ഒരു അവസാനം വരണം എന്നൊരു ആഗ്രഹം സഭയ്ക്കുണ്ട്. അത് തന്നെയാണ് സഭയുടെ വാക്കുകൾ എന്നും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുന്നത്. ആര്യ, ഓക്കെ, വ്യക്തമാണ്. അഖിൽ കെ ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.